കഴിഞ്ഞ 16 മാസത്തെ ബാധ്യത തീർക്കേണ്ടത് ഈ സർക്കാരാണ്. 18 മാസത്തെ കുടിശ്ശിക കഥ പറഞ്ഞവരോട് എന്റെ മറുപടിയാണ്, 16 മാസത്തെ ഈ സർക്കാർ കൊടുത്തു, പണം കൊടുത്തു. പണം കൊടുത്തത് ശരിയാണ്, പണം കൊടുത്തു. പക്ഷെ കടം മേടിച്ചാണ് കൊടുത്തത്. എന്നിട്ട് ഞങ്ങളോട് പറഞ്ഞേക്ക് ഈ കടം എടുത്തോളാൻ, നിങ്ങൾ വീട്ടിക്കോളാൻ. അല്ല സതീശൻ സാറേ, സാർ ഇതൊക്കെ അറിഞ്ഞണ്ടല്ലേ ഭരിക്കാൻ വേണ്ടി കയറിയത്? ഗജനാവിൽ 10 പൈസയില്ല, പൂച്ച പറ്റി കിടക്കുകയാണെന്ന് സാറ് തന്നെയല്ലേ പറഞ്ഞത്? പിന്നെ ഇതൊക്കെ പറഞ്ഞ് വെറുതെ സമയം കളയണോ? പിന്നെ ഇതിനു മുമ്പ് ഭരിച്ചിരുന്നവര് അയ്യോ മൊത്തം കടോണേ, ഞങ്ങളെ കൊണ്ട് ഭരിക്കാൻ സാധിക്കുന്നില്ലേ, ആരെങ്കിലും വന്ന് ഈ ഭരണം ഏറ്റെടുക്കണേ എന്നും പറഞ്ഞ് നിലവിളിച്ച് വന്നിട്ട് തലയിലേക്ക് എടുത്തു വെച്ച് തന്നതല്ലോ, ബലമായിട്ട് പിടിച്ച് മേടിച്ചു വെച്ചതല്ലേ. പിന്നെ എന്തിനാണ് അവർ വഴക്ക് പറയണത്? അവർ ഇനിയും ഇതുപോലെ മുന്നോട്ട് പോകാൻ തയ്യാറായിരുന്നു. സംഭവിക്കാനുള്ളതൊക്കെ സംഭവിച്ച് കേരളത്തിന് കടമുണ്ട്, ഇനി അത് വീട്ടാനുള്ള പരിപാടി നടത്തുക, അത്രേ ഉള്ളൂ. പിന്നെ സാറേ, ഈ കടം എടുക്കുക എന്നൊക്കെ പറയുന്നത് വലിയ തെറ്റൊന്നുമല്ല. സാറിനറിയാമല്ലോ, ഇത് കേരളം മാത്രമല്ല കടമെടുക്കാറ്, എല്ലാ സംസ്ഥാനങ്ങളും കടമെടുക്കാറുണ്ട്. കേന്ദ്രത്തിന്റെ കടം അറിയാമല്ലോ. അപ്പൊ ഈ കടം അപകടം ആണെങ്കിലും ഭരിക്കുന്നവർക്ക് അത് ബാധകമല്ല, അവർ കടമെടുക്കും. പിന്നെ കടമെടുക്കുന്ന വലിയ തെറ്റായിട്ടൊന്നും പൊതുജനം കരുതാറില്ല. എങ്ങനെയൊക്കെ കടമെടുത്താണെങ്കിലും നമ്മൾ വലിയ കുഴപ്പമില്ലാതൊക്കെ മുന്നോട്ട് പോകണം, അത്രയേ ഉള്ളൂ പൊതുജനങ്ങൾക്ക്. ഇപ്പം സാറ് പറഞ്ഞ പോലെ തന്നെ നല്ല നിലവിൽ നല്ല കടമുണ്ട്, ആ കടം വീട്ടാൻ വേണ്ടി സാറിന് കടമെടുക്കാം. ആദ്യമൊക്കെ ഒരു കടമൊക്കെ എടുക്കാനൊരു ചളിപ്പുണ്ടാവും, പക്ഷെ പിന്നീടാവുമ്പോൾ ആ ചളിപ്പൊക്കെ മാറുമെന്ന്, പിന്നെ എപ്പോഴും കടമെടുപ്പായിരിക്കും കേട്ടോ. അങ്ങനെ കടം എടുത്തും കൊടുത്തും ഈ കടബാധ്യത എന്ന ദീപശിഖയുമായി 5-10 വർഷം ഓടുക. അതിനുശേഷം അടുത്തവരിലേക്ക് ഈ കടബാധ്യതയുടെ ദീപശിഖ കൊടുക്കുക, കൈമാറുക, പിന്നെ അവരോടും. അല്ല, ഇങ്ങനെയൊക്കെയാണല്ലോ നമ്മുടെ കേരളത്തിന്റെ ഭരണം മുന്നോട്ട് പോകുന്നത്. ഇന്നേ വരെ ഭരിച്ചിരുന്നവരെല്ലാവരും തന്നെ ഈ കടബാധ്യതയുടെ ദീപശിഖ കെടാൻ സമ്മതിച്ചിട്ടില്ല. ഇനി സാറിന് ഈ കടബാധ്യതയുടെ ദീപശിഖയായിട്ട് മുന്നോട്ട് പോകാൻ താല്പര്യമില്ലെങ്കിൽ ആ കടബാധ്യതയുടെ ദീപശിഖ ഊതിക്കെടുത്തി വല്ല തോട്ടിലെങ്കിലാ, എന്നിട്ട് കടമെടുക്കാതെ ജനങ്ങളെ എങ്ങനെ സംരക്ഷിക്കാമെന്ന് കാണിച്ചു കൊടുക്ക്. പൊതുജനം കൂടെയുണ്ട്. പക്ഷെ ആ പൊതുജനത്തിനൊരു അപേക്ഷയുണ്ട്, കടമെടുക്കാതെ കാര്യങ്ങൾ നടത്താൻ. ആ ടാക്സ് കൂട്ടി, ഈ ടാക്സ് കൂട്ടി, മറ്റേ ടാക്സ് കൂട്ടി, മറിച്ച ടാക്സ് കൂട്ടി എന്ന് പറഞ്ഞ് ടാക്സും പിടിച്ചിട്ട് വന്ന് പൊതുജനത്തിന് പിഴിച്ചിലും ഒഴിച്ചിലും നടത്താൻ നോക്കരുത്. പൊതുജനങ്ങളുടെ ഉള്ള കളസവും കൂടി കീറിക്കരുത്.